അല്ല, കൊടൈക്കനാൽ മറ്റേ ഹിൽ സ്റ്റേഷനായിട്ട് എല്ലാവരും കണ്ടിട്ടുള്ളൂ. ശോകമുഖമായ അവസ്ഥയും കാണുന്നുണ്ട്. വാഷ് ബേസിനിലെ വെള്ളം നമ്മൾ കൈവഴിക്കുക, അത് ഇതുവഴി പുറത്തു വരും. അടിപൊളി. കൊടൈക്കനാലിനടുത്ത് പൂണ്ടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ പൂണ്ടിയിലേക്കുള്ളൊരു ബൈക്ക് ട്രിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വാണ്ടർലസ്റ്റ്. ഒരു ബൈക്ക് ട്രിപ്പ് ആകുമ്പോൾ ചായ കുടി ரொம்ப മുഖ്യം. എല്ലാവർക്കും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത റോഡുകളെ പറ്റി പരാതി. ഇവിടെ സ്ട്രീറ്റ് മൊത്തം ലൈറ്റാണ്. തമിഴ്നാട് റോക്സ്. ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നാഗർകോവിൽ വഴി നേരെ നമ്മളിപ്പോൾ നാഷണൽ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. സൂര്യൻ ഉദിക്കാറായപ്പോൾ നിർത്തിയൊരു ചായയൊക്കെ കുടിച്ചിട്ട് നാഷണൽ ഹൈവേയുടെ നീണ്ടു നിവർന്ന റോഡിലൂടെ ബുള്ളറ്റിൻ്റെ തം സൗണ്ടൊക്കെ കേട്ട് ഒരു റൈഡ്. ടോൾ കൊടുക്കാണ്ട് ടോൾ ബൂത്ത് ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു ചായ കുടി മസ്റ്റാണ്. ചായ കുടി കഴിഞ്ഞു, ടൈം ടു ഗെറ്റ് ബാക്ക് ഓൺ ദി റോഡ്. ഹെൽമെറ്റും റൈഡിങ് ജാക്കറ്റും ഒക്കെ ഇട്ട് പോകുന്ന ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടൊരു മാമൻ പോകുന്നുണ്ടോ. ഹെൽമെറ്റും ഇല്ല, ജാക്കറ്റും ഇല്ല, ഒന്നുമില്ല. സേഫ്റ്റി ரொம்ப മുഖ്യം മാമാ. ഇപ്പോൾ നമ്മൾ ദിണ്ടുകൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഡീവിയേഷൻ എടുത്ത് ഷോലവന്താൻ പള്ളപ്പട്ടി റോഡിലൂടെയാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് ഈ ഒരു വഴി കാണിക്കുന്നുണ്ട്. ഒരു റെയിൽവേ ക്രോസ് വരും, അത് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. നാഷണൽ ഹൈവേയിൽ ഇത്രയും സമയം ഓടിയിട്ട് പെട്ടെന്നൊരു ചെറിയ റോഡിലേക്ക് വരുമ്പോൾ നല്ല വ്യത്യാസമാണ്. പക്ഷേ ഈ റൂട്ട് നല്ല ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത്. രണ്ട് സൈഡിലും പുളിമരങ്ങൾ പിടിപ്പിച്ചേക്കുന്നതാണോ. അതിങ്ങനെ ഒരു കനോപ്പി പോലെ റോഡിന് മറഞ്ഞു നിൽക്കുന്ന രീതിയിൽ. ഇത്രയും വെയിലടിക്കുന്ന തമിഴ്നാട്ടിൽ അവർക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അറിയാം. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത് വയ്ക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ അവിടെ പറ്റുന്ന മരങ്ങളൊക്കെ വെട്ടിക്കളയാറാണ് പതിവ്. ഇതാണ് ബത്ലഗുണ്ടു ടൗൺ, വത്തലഗുണ്ടെന്ന് പറയും. ദിണ്ടുകൽ സൈഡ് വഴി കൊടൈക്കനാലിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് വരുന്നൊരു ടൗൺ ഇവിടാണ്. കേരളത്തേക്കുള്ള ബസ്സെല്ലാം നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരുമ്പോൾ കൊടൈക്കനാലിലേക്ക് നമുക്ക് രണ്ട് റൂട്ടാണ്. ഒന്നിപ്പോൾ നമ്മൾ വന്ന ഹൈവേ റൂട്ട്, പിന്നെ ഒന്ന് തെങ്കാശി രാജവാളയം വഴി വരുന്ന റൂട്ടാണ്. ഈ സെയിം റോഡിലാണ് ആ റൂട്ട് വന്ന് ജോയിൻ ചെയ്തത്. കൊടൈക്കനാൽ ഫോറസ്റ്റ് റോഡ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു ഡീവിയേഷൻ ഉണ്ട്. അതെടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഘാട്ട് റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, വി ഹാവ് എൻറ്റേർഡ് ദ ഘാട്ട് റോഡ്. ഘാട്ട് റോഡിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചില സമയത്ത് അവിടെ ഭയങ്കര ചെക്കിങ്ങാണ്. ഒരു തവണ ഞങ്ങൾ കാറിൽ വന്ന സമയത്ത് കേരള സ്റ്റേറ്റിൻ്റെ ഒരു ലോട്ടറി അതിനകത്ത് കിടന്നത്, മണിപ്പൂർ മച്ചല്ല, അതിനകത്ത് കിടന്നത്. അതെടുത്ത് വെച്ചിട്ട് ഇതിവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇല്ലീഗലാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. സോ വരുന്ന ആൾക്കാരൊന്ന് സൂക്ഷിച്ചാൽ നല്ലത്. മുമ്പിൽ പോകുന്ന ആളിനൊക്കെ ഉണ്ടോ, ദ വൺ ആൻഡ് ഓൺലി ക്വാളിസ്, ടൊയോട്ടയുടെ പഴയ രാജാവ്. ഇപ്പോഴും ഈ വണ്ടിക്ക് നല്ല ഡിമാൻഡാണ്. എസ്പെഷ്യലി ഈ പച്ച കളറിലുള്ള വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ആവേശം മൂവിയിലെ രംഗണ്ണൻ്റെ വണ്ടി പച്ച കളർ ക്വാളിസാണ്. അതുപോലെ മഞ്ഞുമൽ ബോയ്സിൽ അവർ ട്രിപ്പ് വരുന്ന വണ്ടിയും ക്വാളിസാണ്, ഒരു മെറൂൺ കളർ. ചുരം ഇറങ്ങി വരുന്ന കണ്ടോ, ഒരു തമിഴ്നാടിൻ്റെ അരസ് പെരുന്ത്. പക്ഷേ നമ്മുടെ ആനവണ്ടി തന്നെയാണ് റോഡിൽ കാണാനൊരു ഭംഗി. അന്യായ റോഡ് പ്രസൻസ് ആണ് ആനവണ്ടിക്ക്. മേ ബി ആ കളറും പിന്നെ ആ ബോഡി ഷേപ്പൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ് കേട്ടോ, പഴയ ആ ഒരു റെഡും യെല്ലോയും കോമ്പിനേഷൻ വരുന്നത്. ഇന്ന് കൊടൈക്കനാലിലേക്ക് നമ്മൾ വന്ന റൂട്ട് ശ്രീനഗർ കന്യാകുമാരി ഹൈവേ ആണ്, അതായത് ദിണ്ടുകൽ മധുര ഹൈവേ. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഓൾമോസ്റ്റ് 409 കിലോമീറ്റേഴ്സാണ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്. പക്ഷേ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് പൂണ്ടിയിലാണ്. പൂണ്ടിയിലേക്ക് കൊടൈക്കനാലിൽ നിന്ന് വീണ്ടും ഒരു 40 കിലോമീറ്റേഴ്സ് ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള പൂമ്പാറൈ മന്നവന്നൂർ റോഡ് വഴിയാണ് പൂണ്ടിയിലേക്ക് പോകേണ്ടത്. നമ്മളിന്ന് ബുക്ക് ചെയ്തേക്കുന്നത് കുമാർ ഫാംസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കോട്ടേജസ് ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. പൂണ്ടി കുറച്ച് ഓഫ് ബീറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇത് അതിലും ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഘാട്ട് റോഡിൽ ഒന്നാമത് നാരോ ആയത് കാരണം ഇതുപോലുള്ള വലിയ വണ്ടി വന്ന് കയറുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. നോർമലി നമുക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഈ ചേട്ടന്മാർ കുറച്ച് സമയമായി പോര് കാണിക്കാൻ തുടങ്ങിയിട്ട്. ബാക്കിൽ പോലീസിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്.
ഇത്രയും വീതിയില്ലാത്ത റോഡിൽ ഒന്നാമത് ഈ ഘാട്ട് റോഡാണ്, വണ്ടി നല്ല സ്പീഡിലായിരിക്കും ഇറങ്ങി വരുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ടിലത്തെ വിസിബിലിറ്റി ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ചെന്നും കയറി കൊടുക്കുക. എന്തോ ഭാഗ്യത്തിന് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് രക്ഷപ്പെട്ട് പോവുകയാണെന്നുള്ളൂ. ഫോണടിച്ചിട്ടാണ് ചേട്ടൻ അറിയുന്നത് വണ്ടി വരുന്നുണ്ടെന്ന്. ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ കൊടൈക്കനാൽ റോഡിലൊക്കെ കാണാനായിട്ട് പറ്റും. ചില സമയത്ത് കുരങ്ങായിരിക്കും ചാടുന്നത്, ചില സമയത്ത് മനുഷ്യരായിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. ഇതാണ് ദ ഫേമസ് സിൽവർ കാസ്കേഡ് വാട്ടർഫാൾസ്. കൊടൈക്കനാലിലേക്ക് നോർമലി വരുന്ന റോഡിൽ എല്ലാവരും കാണുന്ന ഒരു സംഭവമാണ്. ഇവിടെ കച്ചവടക്കാരും തിരക്കും വണ്ടികളൊക്കെ ഒരുപാടുണ്ടാവും. ചെറിയ റോഡായതുകൊണ്ട് വണ്ടിയെല്ലാം സൈഡിൽ ഇട്ടിട്ട് ബ്ലോക്ക് ആക്കാറുണ്ട് പൊതുവേ. ഈ ഒരു തിരക്കുന്നൊക്കെ ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൂണ്ടിയിൽ തന്നെ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അവിടെ ആകുമ്പോൾ പിന്നെ അധികം സ്റ്റേയും ഇല്ല, അധികം ആൾക്കാരും ഇല്ല, ഒരു ശല്യമില്ല. ഇവിടെ ഡ്യൂട്ടിക്കാകെ 1-2 പോലീസുകാരെ ഉണ്ടാവാറുള്ളൂ. ഇത്രയും വണ്ടി അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണ്ടേ? അഥവാ അങ്ങനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ തന്നെ വണ്ടി ഒതുക്കാൻ സ്ഥലം വേണം. അറ്റ് ലാസ്റ്റ് നമ്മൾ മെയിൻ റോഡിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് മന്നവന്നൂർ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇതുവഴി തന്നെയാണ് നമ്മൾ ഡോൾഫിൻ സ്നോസ്, ഗുണ കേവ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടത്. പക്ഷേ പൂണ്ടി, മന്നവന്നൂർ, പൂമ്പാറ ആ സൈഡിലേക്ക് ഒരു ഡീവിയേഷൻ ഉണ്ട്. ആ ഡീവിയേഷൻ എടുത്തിട്ട് വേണം പോകാനായിട്ട് നമുക്ക്. ഇന്ന് എൻ്റെ കൂടെ 3 ഫ്രണ്ട്സ് ഉണ്ട്. അജയ് ഭായി ഉണ്ട്, ഹബ്ബ, പിന്നെ ഷാനു. 4 പേരും 4 ബൈക്കിൽ സിംഗിൾ റൈഡേഴ്സായിട്ടാണ് വന്നത്. ഷാനുവിൻ്റെ ഹിമാലയൻ 411, ഹബ്ബയുടെ ട്രയംഫ് ട്രൈഡൻറ്റ്, അജയ് ഭായിയുടെ ഡോമിനാർ, പിന്നെ എൻ്റെ ബുള്ളറ്റ് 500. കൊടൈക്കനാൽ സൈഡ് പണ്ടേ വരാറുണ്ടെങ്കിലും മന്നവന്നൂർ സൈഡ് പണ്ടങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറില്ലായിരുന്നു. ഒരു തവണ ഫാസ്റ്റ് ട്രാക്ക് മാഗസീനിൽ ഒരു വണ്ടിയുടെ ഫീച്ചറിൻ്റെ കൂട്ടത്തിൽ ഈ മന്നവന്നൂരിനെ പറ്റി ഒരു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും അവിടെ പോകണമെന്നൊക്കെ ആഗ്രഹം തോന്നി വന്നത്. അന്നും ബൈക്ക് ട്രിപ്പാണ് വന്നത്. അന്ന് ഞാൻ വരുമ്പോൾ ഞങ്ങളൊരു 3-4 ഫ്രണ്ട്സ് ചേർന്നിട്ട് ബൈക്കിലാണ് വന്നത്. പക്ഷേ ഞങ്ങളല്ലാണ്ട് ഇവിടെ അങ്ങനെ ആൾക്കാരെ കാണാൻ പോലും ഇല്ലായിരുന്നു. അത്ര വേക്കൻ്റായിട്ട് കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ പക്ഷേ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്, തിക്കും തിരക്കൊക്കെ ആയി. കാരണം പതിയെ ആ സ്ഥലം ഫേമസ് ആയി തുടങ്ങി. ബിക്കോസ് കൊടൈക്കനാലും ബാക്കിയുള്ള ഡോൾഫിൻ സ്നോസ്, ഗുണ കേവ്സ് പോലെയുള്ള മെയിൻ അട്രാക്ഷൻ ഉള്ള സ്ഥലങ്ങളെല്ലാം ആൾക്കാർ കൂടുതലായിട്ട് വന്നു തുടങ്ങി, ക്രൗഡഡ് ആയപ്പോൾ പുതിയ സ്ഥലങ്ങൾ നമ്മൾ ഒബ്വിയസ്ലി കണ്ടുപിടിച്ച് തുടങ്ങുമല്ലോ. അപ്പോൾ മന്നവന്നൂർ ഫേമസ് ആയി, പൂണ്ടി ഫേമസ് ആയി, പൂമ്പാറ ഫേമസ് ആയി. അങ്ങനെ ഇപ്പോൾ അവിടെ സ്റ്റേ ഓപ്ഷൻസും കൂടിയിട്ടുണ്ട്, വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതനുസരിച്ച് തിരക്കും ബ്ലോക്കും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റിൽ ഇഫ് കമ്പയർ ടു കൊടൈക്കനാൽ, പൂണ്ടി മച്ച് ബെറ്റർ പ്ലേസാണ്. ഇവിടെ തൊട്ട് മുന്നിലായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പളനി ഹിൽസ് എല്ലാം കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ആ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടും ചായ കുടിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ വണ്ടി നിർത്തിക്കുന്ന തിരക്കാണിത്. ഞാൻ പറഞ്ഞില്ലേ, നാരോ റോഡ്സിൽ വണ്ടി പാർക്കിംഗ് വരുമ്പോൾ വൻ വിഷയമാണ്. ഇപ്പോൾ ഇവിടെ ബസ്സൊക്കെ വരാറുണ്ട്, ബസ്സൊക്കെ വരെ ഇങ്ങനെ പാർക്ക് ചെയ്യാറുണ്ട്. കൂടുതലും ട്രാവലേഴ്സും കാറുമാണ്. പക്ഷേ
കംപ്ലീറ്റ് ബ്ലോക്ക് ആവും. വേറെ വഴിയില്ലല്ലോ, ഈ ഒരൊറ്റ നാരോ റോഡ് മാത്രമല്ലേ ഉള്ളൂ. മുമ്പ് വരുമ്പോൾ ഇത് കാടിന് നടുവിലുള്ള വെറും ഒരു സ്ഥലം. ഇപ്പോൾ വണ്ടികളായി, നാട്ടുകാരായി, പോലീസുകാരായി, മൊത്തം ബ്ലോക്കുമായി. അയ്യോ, ആ വണ്ടിയുടെ അടിഭാഗത്തുനിന്ന് പുകയൊക്കെ വരുന്നുണ്ടല്ലോ. കുറേ ഹോട്ടൽസും സ്റ്റേ ഒക്കെ ഉള്ളൊരു ഏരിയ ആണിത്. പൂമ്പാറ എത്തുന്നതിന് മുന്നേ ആണ് ഈ ഒരു സ്ഥലം വരുന്നത്. നേരെ കാണുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്കാണ് കൂക്കൽ പോകേണ്ടത്. അവിടെ നിന്നൊരു 5 കിലോമീറ്റർ പോയാൽ കൂക്കലിലേക്ക് എത്തും. പൂണ്ടി, ക്ലാവറ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ നമ്മുടെ വട്ടവട ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഒരു മലയുടെ 2 വശങ്ങളിൽ നിന്ന് വേണമെങ്കിൽ പറയാം. 2 സ്റ്റേറ്റ് തമ്മിലുള്ള ഗ്രൗണ്ട് ഡിസ്റ്റൻസ് പോലും 20-25 കിലോമീറ്ററിനകത്ത് വരുന്നുള്ളൂ. ലോക്കൽസിന് അങ്ങനെ പോകാനായിട്ട് വഴിയുണ്ടായിരുന്നു. പണ്ട് ഉള്ള എസ്കേപ്പ് റോഡിനെ പറ്റിയൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ. ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പുറത്തുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പെർമിഷൻ ഇല്ല. ഫോറസ്റ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പൂണ്ടിയിലെ കിഷോർ ഫാം സ്റ്റേയിലേക്ക് പോകാനുള്ള റോഡാണിത്. ഞങ്ങൾ വണ്ടിയും കൊണ്ടൊന്ന് പോകാൻ ശ്രമിച്ചു, മൊത്തം കുളർന്നു തോണ്ടി. വണ്ടിയും പോയി. അവസാനം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടന്ന് അവിടെ ഒരു കെയർടേക്കർ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെയുള്ളൊരു പയ്യൻ പോയി കെയർടേക്കറിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അയാളെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. വരുന്നുണ്ട്. ഓ, ഹിമാലയനും ബുള്ളറ്റും ഇറക്കി നോക്കി, മൊത്തം കുഴിയിലായി. ബുള്ളറ്റിൻ്റെ സൈലൻസറിനകത്ത് മണ്ണ് നിറഞ്ഞു. അതൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്ത് ത്രോട്ടിലൊക്കെ കൊടുത്ത് മണ്ണ് കളഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവരെ വിളിച്ചപ്പോൾ പറയാണ് 3 കിലോമീറ്റർ അപ്പുറത്തൂടെ വേറൊരു വഴിയുണ്ട്, അതുവഴി പോയി നോക്കാം. ബൈക്ക് എന്തായാലും ഇവിടെ വെച്ചിട്ട് പോകുന്നത് സേഫല്ല. ഓഫ് റോഡ്. സൈലൻസറിൽ നിന്ന് കളഞ്ഞ മണ്ണ്, അടിപൊളി. അന്യായ ആംബിയൻസ്. സൈലൻസറിനകത്ത് മണ്ണ് അളക്കുമ്പോൾ എടുക്കേണ്ടത് അങ്ങേപ്പാർ. അതേ വരുന്നത് അപ്പയും കേട്ടേക്ക്. ഓഫ്-റോഡിൻ്റെ ബാക്കി വെക്കാം. വരൂ ഹബ്ബ, വരൂ. സക്സസ്. 1.5 കിലോമീറ്റർ നടന്ന് 700-300 നീ വന്ന വഴി ഇവിടെ നിന്ന് കാണാം. 300 മീറ്റർ നടന്ന് ബാക്കി 700 ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയത് ഒരു കുത്ത് കയറ്റം. പിന്നെ അകത്ത് ഈ ചെളി, ഈ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ വഴി ഓക്കെയാണ്. ഇവിടെ ആ ഒരു കുഴി നല്ല വിശപ്പടിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ ഒരു വഴിയില്ലാഞ്ഞിട്ട് ചെറിയൊരു ഹോട്ടൽ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് അവിടെ നിന്ന് കൊത്തു പൊറോട്ടയും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ. TN സ്റ്റൈൽ കൊത്തു പൊറോട്ട ലുക്സ് നൈസ്. ഇങ്ങോട്ട് കയറി വരുന്ന വഴിയെല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ട് ബാറ്ററി തീർന്നു ആക്ഷൻ ക്യാമറയുടെ. എന്തായാലും തിരിച്ചു പോകുമ്പോൾ വഴിയെല്ലാം കാണിക്കാം, കാരണം അത് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് കെയർടേക്കറിനെ കണ്ടുപിടിച്ചതുകൊണ്ട് നമ്മളിപ്പോൾ കിഷോർ കോട്ടേജസിൽ എത്തിയിട്ടുണ്ട്. ഇതായി കാണുന്നതെല്ലാം അവരുടെ പ്രോപ്പർട്ടിയാണ്.
നമ്മൾ നേരത്തെ മെയിൻ ബിൽഡിംഗ് ആണ് കൺഫേം ചെയ്തിരുന്നത്. പക്ഷേ അവിടെ വേറെ ഒരു വലിയ ഗ്രൂപ്പ് ഗസ്റ്റായിട്ട് വന്നതുകൊണ്ട് നമ്മളെ താഴത്തെ റൂമിലേക്ക് വിടുകയാണ്. ബിക്കോസ് നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. ഇതാ നേരെ കാണുന്ന ആ ചെറിയ കോട്ടേജ് ഇല്ല, അതാണ് നമുക്കിന്ന് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ ചടങ്ങ് ഈ ലഗേജ് മൊത്തം തൂക്കി നമ്മൾ താഴെ കൊണ്ട് ഇറക്കണം എന്നുള്ളതാണ്. വണ്ടി വരത്തില്ല ഇതുവരെ. ഇതൊരു ഫാം സ്റ്റേ ആണല്ലോ, അപ്പോൾ റേറ്റ് കുറവാണ്. 600 rupees പെർ ഹെഡാണ്. പൂണ്ടിയിൽ അങ്ങനെ ലക്ഷറിയസ് ആയിട്ടുള്ള സ്റ്റേസ് ഒക്കെ വളരെ കുറവാണ്. ഒരേ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഒന്നെങ്കിലും ഉണ്ടല്ലോ. ടോയ്ലറ്റ് ഇതല്ലേ? അയ്യോ, വളരെയധികം സന്തോഷഭരിതനായി. മാറടാ. നാളെ വലിയ ബിൽഡിംഗ് തരാന്ന്. വെള്ളത്തിന്റെ കളർ മാസ്മരികം. ക്ലോസറ്റിന്റെ അവസ്ഥ, ലീക്കുള്ള പൈപ്പുകൾ ഇല്ല. വാഷ് ബേസിൻ ഓട്ട, ഇവിടെ വേറെ ഓട്ട. വാഷ് ബേസിനിലെ വെള്ളം നമ്മൾ കൈ ഒഴിയാൽ അത് ഇതുവഴി പുറത്തു വരും. നൈസ്. എൻ്റെ തലയുടെ ഹൈറ്റാണത്. ഫ്രണ്ടിലോട്ട് കിടന്നാൽ നേരെ ചെന്ന് ബൾബിൽ ഇടിച്ച് നിൽക്കും. കൈ പൊക്കിയാൽ ഷീറ്റിലിടിക്കും. ആഹാ. സ്റ്റേയുടെ വെള്ളത്തിൻ്റെയൊക്കെ ക്വാളിറ്റി കാരണം 2 ദിവസത്തേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഫാം സ്റ്റേ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ച് കൊടൈക്കനാൽ മെയിൻ സിറ്റിയിലേക്ക് വിടുകയാണ് ഇപ്പോൾ. അടിപൊളി. പുഷിയാണേ. പോട്ടെ. പതിയെ കാൽ കൊടുക്കും. ഇല്ല വെയിറ്റ്. ഇതുവഴി കേട്ടെ, ലെഫ്റ്റ് വഴി. എടാ അതങ്ങ് ഓടിച്ചു കളഞ്ഞു. ഇതങ്ങ് ഓടിച്ചു കളഞ്ഞു. പതിയെ. ഷാനു, ഇങ്ങനെ കയറി. അങ്ങനെ കയറാം. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറാം. ലെഫ്റ്റിലോട്ട് കയറി. ലെഫ്റ്റിലോട്ട്. നിക്ക്. പിടിച്ചോ. നിക്കടാ. പതിയെ കാല് കൊടുക്കും.
മഴ പെയ്ത് പുല്ലിൻ്റെ മേളിൽ നിറയെ വെള്ളം കിടക്കുന്നത് കാരണം പിന്നെ താഴെ ചെളിയുള്ളത് കാരണം വണ്ടി ഭയങ്കരമായിട്ട് സ്ലിപ്പാവുന്നു. ഈ ക്യാമറയിൽ കാണുമ്പോൾ അറിയാൻ പറ്റത്തില്ല, പക്ഷെ നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റമായിരുന്നു. പിന്നെ അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് കൂട്ടിയിട്ടിട്ട് അതും ഇങ്ങനെ അവിടെ കിടന്നിട്ട് അതിൻ്റെ മേളിലും വണ്ടി കയറി സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. ബട്ട് എല്ലാവരും ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് നമ്മൾ എല്ലാ വണ്ടിയും കയറ്റിക്കൊണ്ട് വന്നു. താങ്ക് യു. இன்னும் 2-3 வண்டி இருக்கு. சரி. സോ ഫോട്ടോസിലും ഒക്കെ ഈ ഇവിടുത്തെ ഫാം സ്റ്റേയുടെ റൂംസിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ കിട്ടിയ സൗകര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ബാത്റൂമിൻ്റെ വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കാശ് കൊടുത്ത് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണല്ലോ, യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉള്ള സെറ്റപ്പായിരുന്നു. അതിലും മോശമായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ കുടിക്കാനുള്ള വെള്ളം ജഗ്ഗിൽ ഫില്ല് ചെയ്ത് തന്നവർ. തെന്നുന്നുണ്ടേ. വേറെ ഇവിടെ ഒന്നും അടുത്തെങ്കിലും കടകളൊന്നുമില്ല, നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസും അല്ല. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്ത വെള്ളം എന്ന് വെച്ചാൽ ആ ബാത്റൂമിലെ ബക്കറ്റിനകത്ത് കണ്ട വെള്ളത്തിൻ്റെ സെയിം കളറിൽ ചെളി വെള്ളമാണ് കുടിക്കാനായിട്ട് തന്നത്. അതും കൂടെ ആയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി മൊത്തത്തിൽ. അതുകൊണ്ടാണ് പരിപാടി അവസാനിപ്പിച്ച് നാളെ രാവിലെ തന്നെ വിടാമെന്ന് ഞങ്ങൾ അപ്പം തന്നെ തീരുമാനിച്ചത്. ഇന്നലെ എത്തുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വഴി കാണേണ്ട ഒരു കാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ റീസൺ ഇതാണെന്ന് വെച്ചാൽ കുറച്ച് ട്രെച്ചറസ് ആയിട്ടുള്ള വഴിയാണ്. മഴയും കൂടെ നനഞ്ഞു കിടക്കുന്ന സമയത്ത് പുല്ലിൽ ഒരുപാട് തെന്നുന്നുണ്ട് വണ്ടി. ആക്ഷൻ ക്യാമറയിൽ ഒരിക്കലും നമ്മൾ കറക്റ്റായിട്ടുള്ള സ്റ്റീപ്നെസ് അറിയാൻ പറ്റത്തില്ല. അത്യാവശ്യം റോഡ് നല്ല സ്റ്റീപ്പാണ്, താഴേക്കാണെങ്കിലും കയറ്റമാണെങ്കിലും അത്യാവശ്യം സ്റ്റീപ്പാണ്. സോ കുറച്ച് സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ വീഴും. പക്ഷെ കുറച്ച് അഡ്വഞ്ചറസ് ആണ് ഈ വഴി. ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. കുറച്ച് എൻജോയ് ചെയ്ത് അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുവിധം ഓഫ് റോഡിങ് ഒക്കെ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണല്ലോ. പക്ഷെ സ്റ്റേ ഞങ്ങളെ വല്ലാണ്ട് ഞെട്ടിച്ച് കളഞ്ഞു. എടുത്തു പറയേണ്ട കാര്യമില്ല, പക്ഷേ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. നല്ല കൊടും തണുപ്പാണ്. പക്ഷേ സ്റ്റിൽ ഞങ്ങളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു ക്ലൈമറ്റാണ് ഇവിടുത്തേത്. ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഡിസംബർ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഐ തിങ്ക് തേർമൽസും കൂടെ വേണ്ടി വരും. ഈ ഫ്രണ്ടിൽ പോകുന്ന കെയർ ടേക്കർ പോയിട്ട് വേണം ഗേറ്റ് എല്ലാം തുറന്നു തരാൻ. ബാക്കിൽ ലഗേജ് ഉള്ളതുകൊണ്ട് പുള്ളിയെ കയറ്റി എടുത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ അവിടം വരെ പോയിട്ട് ഗേറ്റിന് മുന്നിൽ വെയിറ്റ് ചെയ്യാം. ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റിൻ്റെ പാർട്ടാണ്, ക്ലോസ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ. വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പതിയെ തെന്നിയൊക്കെ പോകുന്നതെന്ന്. ആക്ച്വലി നല്ല സ്റ്റീപ്പായിട്ടുള്ള റോഡാണ്. അതുപോലെ ആ പുല്ലിൻ്റെ മേളിൽ കയറുമ്പോഴും തെന്നുന്നുണ്ട്. സൈഡിൽ നല്ല ചെളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ കയറിയാൽ വീണ്ടും തെന്നുന്നുണ്ട്. സോ പതിയെ വരികയാണ്. പതിയെ പുല്ലിലങ്ങ് പതിയെ കയറിയാൽ മതി. അവിടെ നിൽക്കും, അവിടെ കിട്ടും. ആ ഗേറ്റ് വരെ പ്രൈവറ്റ് റോഡായിരുന്നു, ഇനി അങ്ങോട്ട് പബ്ലിക് റോഡാണ്. ചേട്ടന്മാർ മൊത്തം മുള്ളുവേലി കെട്ടുകയാണ്. എന്തുമാത്രം വേലി വേണ്ടി വരും? അതിനും മാത്രം ഏരിയ ഉണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട്.
ഇതാ മുമ്പിലായിട്ട് കാണുന്ന ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ ആക്ച്വലി അകത്തേക്ക് കയറിയത്. അതുവരെ മെയിൻ ടാറിട്ട റോഡാണ്. ഇവിടെയാണ് ഒരു മെയിൻ പാർക്കിംഗ് ഗ്രൗണ്ട് പോലത്തെ സ്ഥലം. പൂണ്ടി ഏരിയയിൽ താമസിക്കാനായിട്ട് വരുന്ന ആൾക്കാരുടെ വണ്ടികളെല്ലാം മിക്കവാറും ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. പൂണ്ടി ഒരു ബ്യൂട്ടിഫുൾ വില്ലേജാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കൊതി തോന്നും. കൊടൈക്കനാലുമായിട്ട് ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. തിക്കും തിരക്കും ഒന്നുമില്ല. ഫോർ ദി സെയിം റീസൺ ഇവിടെ സൗകര്യങ്ങളും വളരെ കുറവാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് സ്ലോ ലൈഫ് എന്നൊക്കെ പറഞ്ഞു വരുന്നില്ലേ, ഇതാണ് ആക്ച്വലി സ്ലോ ലൈഫ്. രാവിലെ ആൾക്കാർ സ്വെറ്ററൊക്കെ ഇട്ട് പതിയെ എണീറ്റ് കൈ ബാക്കിലൊക്കെ കെട്ടി നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കാംനെസ് ഫീൽ ചെയ്യും. വലിയ ആർഭാടവും സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഇവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ദേ ആർ റിലാക്സ്ഡ്. ഇതാണ് പൂണ്ടി ടൗൺ. എന്തേലുമൊക്കെ സാധനം മേടിക്കാനുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് മേടിക്കേണ്ടത്. ഈ മൊത്തം ലൊക്കാലിറ്റിയിൽ ആകെ തിരക്കുള്ള ഒരേ ഒരു സ്ഥലം ഇതാണ്. പൈൻ ട്രീസിൻ്റെ നടുവിലുള്ള റോഡ് നിറയെ പശുക്കൾ. ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടൽ കദംബൻ പൂമ്പാറയിൽ നിന്നാണ്. ഇവിടെ നിർത്താൻ ഒരു റീസൺ ഉണ്ട്, കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണമെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിലിരുന്ന് കഴിക്കണം. ഓരോ നല്ല ലൊക്കേഷനിൽ നിർത്തി ചായ കുടിച്ച് വയ്യ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊങ്കൽ വിത്ത് ചട്നി ആൻഡ് സാമ്പാർ. അവിടെ നിന്ന് എസ്കേപ്പായിട്ട് ഞങ്ങൾ നേരെ വന്ന് റൂം എടുത്തത് ഹോട്ടൽ ഗ്രീൻ പാർക്കിലാണ്. വിളിച്ചു ചോദിച്ചിട്ടാണ് വന്നത്. കോടൈ സെൻറ്ററിൽ നിന്ന് വളരെ അടുത്തുള്ള റീസണബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടലാണിത്. താങ്ക് യു. ஆமாம்மா യൂട്യൂബിലെ വീഡിയോ പോട്ടു. അല്ല മറ്റേ പടുകുഴിയിൽ നിന്നും സ്വർഗത്തിലേക്ക്. ശരിക്കും സ്വർഗം തന്നെയാണ് ഈ സെറ്റ് കേട്ടാ. ഇതല്ല വണ്ടി വേണമെങ്കിൽ ഇവിടെ നിന്ന് നോക്കുകയും ചെയ്യാം. തെളിഞ്ഞ വെള്ളം 2 ജഗ്ഗിൽ. ചൂടുവെള്ളം 6:30 AM. ഇപ്പോൾ രാവിലെ വിളിച്ചോ. മട്ടൺ മീൻസ് മട്ടൺ ഫ്രൈഡ് റൈസ്. നല്ല മഴ പെയ്യുന്ന സമയത്ത് കൊടൈക്കനാലിൽ വന്നിട്ടുണ്ടോ? കണ്ടോ എങ്ങനെയാണെന്ന്. അത് തന്നെ ഞാൻ നോക്കിയത്. അല്ല കൊടൈക്കനാൽ മറ്റേ ഹിൽ സ്റ്റേഷനായിട്ട് എല്ലാവരും കണ്ടിട്ടുള്ളൂ. ശോകമുഖമായ അവസ്ഥയും കാണുന്നുണ്ട്. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം അയ്യോ, ഈ വെള്ളത്തിൽ കാല് വയ്ക്കരുത്. ഈ വെള്ളം ഞാൻ വന്നപ്പോൾ കണ്ടതാണ്. ഈ വെള്ളത്തിൻ്റെ അവസ്ഥ. ഏത് വെള്ളം ഇത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഫുള്ള് ഡ്രെയിനേജ് ഒന്ന് കെട്ടിക്കിടക്കുകയായിരുന്നു ഇവിടെ. ചാടിപ്പോകാൻ പറ്റത്തില്ല അല്ലേ? പറ്റുന്നുണ്ട്. എങ്ങനെ പറ്റുമെന്ന് പറ്റൂലല്ലേ? എന്താ പൊന്നളിയാ. ആ ചെന്ന ഇതാണ് ദ റോയൽ ടിബറ്റ് റെസ്റ്റോറൻറ്റ്. പണ്ട് മുതലേ മോമോയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ടിബറ്റൻ റെസ്റ്റോറൻ്റ് ആണ്. ചൈനീസ് ഇൻവേഷൻ സമയത്ത് ഒരുപാട് ടിബറ്റൻസ് കൊടൈക്കനാലിൽ വന്നിട്ടാണ് സെറ്റിലായത്. ഒരു ലോഡ് ഓപ്ഷൻസ് ഉണ്ട് മോമോയ്ക്ക്. മെനു നോക്കി അന്തം വിട്ടിരിക്കുന്ന 2 പേര്. മെനു നോക്കി ചിന്താകുലനായിരിക്കുന്ന ഒരാൾ. അവിടെ പോയി കഴിച്ചതല്ലേ? ഞങ്ങൾ സൂപ്പ് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പഹയൻ ക്യാമറ ഓണാക്കി.
വയറ് നിറച്ച് മോമോസ് കഴിച്ചതിൻ്റെ അഹങ്കാരത്തിൽ ബലൂൺ വേട്ടക്കാരായ ഞങ്ങൾ കുറച്ച് ബലൂൺ പടയാളികളെ വെടിവെച്ചിടാൻ തീരുമാനിച്ചു. ആദ്യ ഊഴം വേട്ടക്കാരൻ അജയബായിക്ക് തന്നെ കൊടുത്തു. ചീറ്റിപ്പോയി. ഇത് മാത്രം വീഡിയോയിലിടാം. ഭയങ്കര കൈയക്ഷരം നന്നാവത്തേന് പേനയെ കുറ്റം പറയരുത് കേട്ടോ. കറക്റ്റ് ഉന്നം പിടിച്ച് അവിടെ തന്നെയാണ് വേണ്ടത്. എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഓ കൊണ്ടറിയാ കൊണ്ട് പിന്നല്ല വെടിവീരനടാ. കൊള്ളരുത്, ഇത് കൊള്ളരുത് കേട്ടല്ലോ. ആ കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ആ കണ്ടോ, ആദ്യം മൂന്നാമത്തെ. പഠിച്ച് വെൽഡൺ ഷാനോ. അപ്പാജി റീകോയിലില്ല, അല്ലെങ്കിൽ നേരെ പിടിച്ച് നീട്ടി പിടിച്ച് വേണേൽ അടിച്ചോ. ഫസ്റ്റ് ഡേ സ്റ്റേയിൽ വന്നൊരു പാളിച്ച ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് മൊത്തത്തിൽ ഞങ്ങൾ എൻജോയ് ചെയ്യാറ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. യുവർ സപ്പോർട്ട് മീൻസ് എ ലോട്ട് ടു മീ. എൻ്റെ ട്രിപ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് DM, കമൻറ്റ് ഓർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഇനിയും ഇതുപോലെ വീഡിയോസ് വരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു ദ ചാനൽ. See you soon with the next one. Until then, adios amigos.